അതിനുശേഷം ഇപ്പോഴാണ് ടോർപിഡോ ഉപയോഗിച്ച് അമേരിക്കയുടെ ഒരു അന്തർവാഹിനി കപ്പലിനെ മുക്കുന്നത്. ഇതാണ് സൈനിക ചരിത്രം. അപ്പോൾ പസഫിക് സമുദ്രത്തിൽ രണ്ടാം ലോക യുദ്ധത്തിൻ്റെ അവസാന ഘട്ടം ആണ് അത്. ഈ ജപ്പാൻ്റെ ഷിപ്പിങ്ങിനെ മൊത്തത്തിൽ ചരക്ക് കപ്പലുകൾ, യുദ്ധക്കപ്പലുകൾ, ഇതിനെയൊക്കെ അമേരിക്ക താറുമാറാക്കിയിരുന്നു. ഈ അവസാനത്തെ കപ്പലുകളാണ് ഈ മുക്കുന്നത്. അപ്പോൾ ചെറിയ ഒരു സമയം കൊണ്ട് തന്നെ അമേരിക്കയുടെ അന്തർവാഹിനികൾ വിജയം കൊയ്ത സംഭവമാണ് അത്. ഇമ്പീരിയൽ ജപ്പാൻ നേവി, ഇമ്പീരിയൽ ജാപ്പനീസ് നേവിയുടെ നേവി പൊതുവെ, അതായത് അന്ന് രാജാവ് ഭരിക്കുകയാണല്ലോ, ചക്രവർത്തിമാര്, ഹിരോഹിതോ ചക്രവർത്തിമാരുടെ ഒക്കെ. അപ്പോൾ ഇമ്പീരിയൽ ജാപ്പനീസ് നേവി അന്ന് ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ട് കഴിഞ്ഞ ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അതിൽ പൊതുവെ ജപ്പാൻ്റെ നേവി തകർന്നു കഴിഞ്ഞ് അവശിഷ്ട കപ്പലുകളുണ്ടല്ലോ, അതാണ് ഈ അന്തർവാഹിനി ഉപയോഗിച്ച്, ടോർപിഡോ ഉപയോഗിച്ച് അമേരിക്ക മുക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.